നമസ്കാരം എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. ലോക്ക്ഡൗൺ കാലം വളരെ സന്തോഷത്തോടെ ഇരിക്കണം, ആരും ടെൻഷനൊന്നും പാടില്ല. സ്കൂളുകളൊക്കെ തുറക്കുന്ന കാലങ്ങളൊക്കെ അറിയിക്കും. അതുവരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ നിങ്ങൾക്കുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ടെക്സ്റ്റ് പുസ്തകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ അധ്യാപകരെ വിളിച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ദ്രവബലങ്ങൾ എന്ന് പറഞ്ഞ പാഠത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്. ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെ പറ്റി നിങ്ങൾ വളരെ മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ? ഖരാവസ്ഥ ഉണ്ട്, ദ്രാവകാവസ്ഥ ഉണ്ട്, വാതകാവസ്ഥ ഉണ്ട്. 4ാമത്തെ അവസ്ഥ നമുക്കറിയാം, പ്ലാസ്മ. മറ്റവസ്ഥകളെ പറ്റിയൊക്കെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണ് ദ്രവ്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന അവസരത്തിൽ നമ്മൾ ഖരാവസ്ഥയിലുള്ള ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണം വീട്ടിൽ ചെയ്ത് നോക്കാം. വീട്ടിൽ എന്ത് ചെയ്യാം, ഒരു ബക്കറ്റ് എടുക്കുക. റെഡിയാണല്ലോ എല്ലാവരും? ബക്കറ്റിൽ കുറച്ച് എന്ത് ചെയ്യാം, വെള്ളം നിറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കുപ്പി അടച്ച പ്ലാസ്റ്റിക് കുപ്പി സാവധാനം ആ വെള്ളത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കുക. താഴ്ത്തുന്നുണ്ടല്ലോ എല്ലാവരും? താഴ്ന്ന അവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് അനുഭവപ്പെടുന്നത്? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ കുപ്പിയെ താഴ്ത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഒരു ചെറിയ പ്രയാസം. നിങ്ങളൊരു കൈ അടിയിൽ, വെള്ളത്തിൻ്റെ ബക്കറ്റിൻ്റെ അടിയിൽ കുപ്പി എത്തിയതിനു ശേഷം സാവധാനം ഒന്ന് കൈയൊന്ന് പുറത്തേക്ക് വിട്ടുനോക്കി. എന്താ സംഭവിക്കുന്നത്? ഈ കുപ്പി മുകളിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോള്, ഇത്തരം സാധനങ്ങൾ എടുത്ത് പരീക്ഷണം ആവർത്തിച്ചു നോക്കുക. എന്തുകൊണ്ടായിരിക്കും ഈ കുപ്പി അല്ലെ ബോള് മുകളിലേക്ക് വരുന്നത്? അപ്പൊ ഇതിനകത്തുള്ള ദ്രാവകം, ഇവിടെ നമ്മൾ ദ്രാവകമായിട്ട് ഉപയോഗിച്ചത് വെള്ളമാണ്, ജലമാണ്. ഈ ദ്രാവകം ഒരു ബലം പ്രയോഗിക്കുന്നില്ല. പണ്ട് സംശയം ഉണ്ടാവുമായിരുന്നു, ദ്രാവകങ്ങൾക്ക് ബലം പ്രയോഗിക്കാൻ കഴിയും, ദ്രാവകങ്ങൾക്കും ബലം പ്രയോഗിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ കുപ്പിയെ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുന്ന അവസരത്തിൽ ആ ദ്രാവകം അല്ലെ ജലം മുകളിലോട്ട് ഒരു ബലം പ്രയോഗിക്കുക. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോൾ വെള്ളം കയറുന്ന പടയിലൊക്കെ വെള്ളം കയറുന്ന സ്ഥലം, വീട്ടിനടുത്തൊക്കെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലം. നമുക്കൊരു കല്ല് ആവശ്യമാണ്. വീട്ടിൽ വിടുന്ന സമയത്ത് ഒരു കല്ല് ഉണ്ടാകും, വലിയൊരു കല്ല്. അത് വെള്ളത്തിൻ്റെ അകത്താണ്. ഈ കല്ലിൽ ജലത്തിലാണോ വായുവിലാണോ ഭാരം കൂടുതൽ ഉണ്ടാവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്തിൽ നിന്നൊരു സാധനത്തിനെ എടുത്തുയർത്തുമ്പോൾ അതിന് ഭാരക്കുറവ് അനുഭവപ്പെടും. ഈ ഭാരക്കുറവ് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു വസ്തുവിനെ ഒരു ദ്രാവകത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ദ്രാവകം മുകളിലോട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലത്തിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. When a body is immersed completely or partially in a liquid, the liquid experiences an upward force. This upward force is called buoyancy. അപ്പോൾ ഒരു സംശയം വരാം, എന്താണ് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചത്? എന്താ ഫ്ലൂയിഡ്? ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായിട്ട് പറയുന്ന പേരാണ് ദ്രവങ്ങൾ. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ജനറലി നോൺ ആസ് ഫ്ലൂയിഡ്സ്. അപ്പോൾ ദ്രാവകങ്ങൾക്ക് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്, മുകളിലോട്ട് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ വാതകങ്ങൾക്ക് മുകളിലോട്ട് ബലം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. ഈ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്, അല്ല ദ്രവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഒരു കുപ്പി താഴ്ത്തിയ അവസരത്തിൽ എന്ത് സംഭവിച്ചു? ആ കുപ്പിക്ക് ആ ദ്രാവകം മുകളിലോട്ടൊരു ബലം പ്രയോഗിച്ചു. അതുകൊണ്ടാണ് മുകളിലോട്ട് വരുന്നത്. അപ്പോൾ വായുവിൽ എന്ത് ചെയ്യും? വായുവിൽ ബലം പ്രയോഗിക്കുന്ന നമുക്ക് പറയാൻ പറ്റും. വാതകങ്ങളിൽ ഒരു കാര്യം, ഹൈഡ്രജൻ ബലൂൺ എടുക്കുക. ഹൈഡ്രജൻ ബലൂൺ എടുത്തിട്ട് അത് നന്നായി ഊതി വീർപ്പിച്ച് ബലൂൺ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുക? ഈ ബലൂൺ സാവധാനം മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. ഈ കുളത്തിലും പുഴയിലൊക്കെ കുളിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. നമ്മൾ ചിലപ്പം ഊളിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നിങ്ങനെ പോകും.
താഴ്ന്നു പോകും. നിങ്ങൾ അടിയിലെത്തിയിട്ട് നിങ്ങൾ കുറച്ചു നേരം അവിടെ കുഞ്ഞു നിന്ന് നോക്കി, സാവധാനം നമ്മൾ എന്ത് ചെയ്യും, മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. ഈ ദ്രവങ്ങൾ മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലവക്ഷമ ബലം എന്ന് പറയാം. ഇതിനാണെന്ന് പറയുക ബോയൻസി, ഇംഗ്ലീഷ് എന്ന് പറയാം ബോയൻസി എന്ന് പറയാം. എന്താ പ്ലവക്ഷമ ബലം എന്ന് പറയാം, എന്താ പറയേണ്ടത്? when an object is immersed completely or partially in a fluid, the fluid experiences an upward force. This upward force is called buoyancy. ഒരു പദാർത്ഥം ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ബലത്തിനാണ് നമ്മൾ എന്ത് പറയാ, പ്ലവക്ഷമ ബലം എന്ന് പറയാം. ഇനി നോക്കുക, ഞാനിവിടെ തൽക്കാലം ഒരു ബീക്കർ എടുക്കുന്നുണ്ട്. ഇതാണ് ബീക്കർ. ഈ ബീക്കറിൽ മുക്കാൽ ഭാഗം ജലം നിറച്ചിട്ടുണ്ട്. ജലം, വാട്ടർ. ഇതിനെ പോലെ ഏതെങ്കിലും ഒരു വസ്തു ഈ വസ്തു പൊങ്ങിക്കിടക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ സാന്ദ്രതയ്ക്ക് ബന്ധപ്പെട്ട് കാരണങ്ങളുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഈ വസ്തു അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയും ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു വസ്തുവിനെ മുകളിൽ നിന്ന് താഴോട്ട് ഗുരുത്വാകർഷണ ബലം, ഈ വസ്തുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്യുന്നത് ബലം പ്രയോഗിക്കുന്നത്. ഇവിടെ ഈ വസ്തുവിന്റെ ഭാരം താഴോട്ടാണ് പ്രയോഗിക്കുന്നത്. വസ്തുവിന്റെ ഭാരം എന്നുള്ളത് താഴോട്ട്. അതോടൊപ്പം തന്നെ ഈ ദ്രവം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്നുള്ളത് മുകളിലോട്ടാണ്. കാര്യം മനസ്സിലായോ? അപ്പൊ എത്ര തരം ബലങ്ങൾ ഇവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്? ഒന്ന്, വസ്തുവിന്റെ ഭാരം പൂർണ്ണമായി എന്ത് ചെയ്യുന്നു, താഴോട്ട് പ്രയോഗിക്കുന്നു. രണ്ടാമത്തത് പ്ലവക്ഷമ ബലം മുകളിലോട്ട്. ഇപ്പൊ ഈ കാര്യം നോക്കുന്നത് ഒന്നാമത്തെ വാക്കിനാണ്. അതായത് നോക്കേണ്ടത് എന്താണ് ദ്രവം. എന്താ ദ്രവങ്ങൾ എന്ന് പറയണമെങ്കിൽ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായിട്ട് പറയുന്ന പേരാണ് ദ്രവങ്ങൾ. വാട്ട് ഈസ് ഫ്ലൂയിഡ്? ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ commonly and generally known as fluids. Fluid exerts an upward force. This upward force is known as buoyancy. In this picture, there are two forces acting here. The weight of the body is acting downwards, and the buoyancy is acting upwards. Then, how can you find the buoyancy of a fluid? We are going to find how to find the buoyancy of a liquid. Take a stone. Suppose this is the stone. Using a spring balance, find the weight in air. Remember the point? Don't use cone balance. In the exam you have already studied what is the difference between cone balance and spring balance. Using a spring balance, find the weight of the object in air. The spring balance is calculated in Newton. Take the spring balance and it is calculated in Newton. Find the weight in air. Suppose it is written as W1. Weight in air W1. Then using this spring balance, find the weight of the object in water. Find the weight of the object in water. What do you feel if the weight increase or decrease? Okay, the weight decreases. So the weight of the object in water is taken as W2. W2. The difference in weight gives the buoyancy. It is very easy to find the buoyancy of the fluid. Find the weight of the object in air. It is taken as W1. And find the weight of the object in the fluid, here water, is taken as W2. The difference in weight, that is difference in weight, W1 minus W2 gives the buoyancy. This is the buoyancy. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു വസ്തുവിനെ വായുവിൽ അതിൻ്റെ ഭാരം കാണും. വായു ഏത് ഉപയോഗിച്ച് കാണണം? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കാണണം. സ്പ്രിംഗ് ബാലൻസിലാണ് നമുക്ക് എന്ത് കിട്ടുക? വെയിറ്റ് കിട്ടുക, ഭാരം കിട്ടുക.
കോൺ ബാലൻസ് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയുക? മാസ്സാണ് കേട്ടോ. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. മാസ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. മാസ് m, വെയിറ്റ് ഏതാണ്? m into g. യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ എയർ. വായുവിലെ വസ്തുവിന്റെ ഭാരം കാണാൻ, അത് W1 എടുക്കുക. ജലത്തിലെ വസ്തുവിന്റെ ഭാരം കാണാൻ എന്താ? W2 ആക്കുക. നമുക്ക് ഉറപ്പാണ് വായുവിനേക്കാളും ഭാരം കുറവായിരിക്കും അവിടെ ഉണ്ടാവുക, ജലത്തിലുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് കാണാം? ഈ വായുവുള്ള ജലത്തിന്റെ ഭാരവും ജലത്തിലുള്ള ജലത്തിന്റെ ഭാരവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? If W1 is the weight of the object in water, W1 is the weight of the object in air. വായുവിലുള്ള വസ്തുവിന്റെ ഭാരം W1, ജലത്തിലുള്ള വസ്തുവിന്റെ ഭാരം എന്താണ്? W2. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ വരിക? W1 മൈനസ് W2. അതാണ് എന്ത് വരുന്നത്? ONC. അപ്പോൾ how can you find the ONC of a fluid? Take an object or stone, anything like that. Find the weight in air. വായുവിലെ ഭാരം കാണുക. Find the weight in water. വെള്ളത്തിലെ ഭാരം കാണുക. Find the difference in weight. This difference in weight gives the ONC. Suppose the weight of the stone in air is 100 Newton. 100 Newton. And the weight of the stone in water is 80 Newton. Can you find the ONC? How can you find the ONC? Weight of the stone in air is 100 Newton. Weight in water is 80 Newton. So 100 Newton minus 80 Newton gives 20 Newton. 20 Newton is the ONC of that fluid. Okay? 20 Newton. You can calculate. You can find another method. Suppose the weight in air is given, ONC is given. Can you calculate weight of the stone in weight of the object in the fluid? Suppose the weight of the stone in air is 150 Newton. The buoyancy of the fluid is 40 Newton. Can you find the weight of the body in water in the fluid? How? 150 Newton minus 40 Newton. So you get weight of the object in the fluid is 110 Newton. 110 Newton. Okay? Then once more I am going to give you the definition of the buoyancy. Define buoyancy. When a body is immersed completely or partially in a fluid, the liquid exerts an upward force. This upward force is buoyancy. ഒരു പദാർത്ഥ, ഒരു വസ്തു ഏതൊക്കെ ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലത്തിനാണ് നമ്മൾ പറയാ buoyancy എന്ന് പറയാം. പ്ലവക്ഷമ ബലം എന്ന് പറയും. എങ്ങനെയാ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കുക? പിടിച്ചല്ലോ. എന്ത് ചെയ്യണം? ഏത് ഒരു ദ്രവത്തിന്റെ ആണോ പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കേണ്ടത്? ആ ദ്രാവകം എടുക്കുക. ഒരു വസ്തുവിന്റെ വായുവിലുള്ള ഭാരം കാണുക. Find the weight of the object in air. Then find the weight of the object in the fluid. The difference in weight gives the buoyancy. Or the loss of weight gives the buoyancy. Also we can say. Here W1 minus W2 gives the loss of weight. This loss of weight also is the buoyancy. Then what are the factors influencing buoyancy? What are the factors influencing buoyancy? First, take 3 fluids. Take 3 bottles. One bottle contains kerosene. Second bottle contains water. Third bottle contains saline water. Add some salt. You can get the saline water, salt water. Can you say which one has greater density? Kerosene, water, or saline water? The density of water is 1000.
kilogram per meter cube. 1000. Density of kerosene is 810 kilogram per meter cube. The density of saline water is 1025. Among them, which one has greater density? Saline water has greater density. If you take a bottle, pour some water, add kerosene into it, shake well. What do you observe? Kerosene always come on the top of the surface. Why? Because the density of kerosene is less than that of water. Density of kerosene is less than that of water. List some objects which were lesser density than water, also high density than water. Tablet. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് OIC? അപ്പോൾ അത് കണ്ടുപിടിക്കാണ് നമ്മൾ എന്ത് ചെയ്തുള്ളത്? 3 ബോട്ടിൽ എടുത്തു. ഒന്നില് മണ്ണെണ്ണ എടുത്തു, ഒന്നില് ശുദ്ധമായ വെള്ളം എടുത്തു, മറ്റെന്ത് ചെയ്തു? ഉപ്പ് വെള്ളം എടുത്തു. 3 വ്യത്യസ്ത ബോട്ടിലാണ്. അതിനുശേഷം ഒരു കല്ലെടുക്കുക, സ്പ്രിംഗ് ബാലൻസ് തൂക്കുക. ടേക്ക് എ സ്റ്റോൺ ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു ഫസ്റ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? മണ്ണെണ്ണയിലേക്ക് സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് അതിൻ്റെ ഭാരം നോക്കുക. അതിനുശേഷം വെള്ളത്തിൽ ഇതേ വസ്തുവിൻ്റെ ഭാരം തന്നെ വെള്ളത്തിൽ വെച്ചിട്ട് നോക്കുക. അതിനുശേഷം സലൈൻ വാട്ടർ വെച്ചിട്ട് നോക്കുക. ഈ 3 ദ്രവങ്ങളിൽ ഏതിനാണ് ഡെൻസിറ്റി കുറവുള്ളത്? മണ്ണെണ്ണയ്ക്ക്, കറസന്. വിച്ച് ലിക്വിഡ് ഹാസ് ലെസ് ഡെൻസിറ്റി? കറസൻ. Which liquid fluid has greater density? That is saline water. ഈ 3 എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സ്പ്രിംഗ് ഗ്രാസ് ഉപയോഗിച്ചു വെയിറ്റ് കണ്ടു, ഭാരം കണ്ടു. ഏതിനായിരിക്കും ഏറ്റവും കുറച്ച് ഭാരം അനുഭവപ്പെടുക? ഏറ്റവും കുറച്ച് ഭാരം അനുഭവപ്പെടുക എന്ന് പറയുന്ന അവസരത്തിൽ ദ ലിക്വിഡ് എക്സേർട്സ് ആൻ അപ്വേർഡ് ഫോഴ്സ്. ദ്രവങ്ങളിൽ മുകളിലോട്ട് ബലം പ്രയോഗിക്കും. ആ മുകളിലോട്ട് ബലം പ്രയോഗിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യും? ആദ്യം 3-ലുണ്ടാകുന്ന റീഡിങ് ഒരേപോലെ ആയിരിക്കുമോ? അല്ല. 3-ലുണ്ടാകുന്ന റീഡിങ് ഒരേപോലെ ആവാതിരിക്കാനുള്ള കാരണം എന്താ? 3ന്റെ എന്താണ്? ഡെൻസിറ്റി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഡെൻസിറ്റി, അല്ല എന്താ പറയുക? സാന്ദ്രത. എന്നുള്ളതുള്ള പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇത് സാന്ദ്രത. One factor influencing the OIC is density. The second, take 2 objects. One is copper, 1 kilogram copper block. Other 1 kilogram iron block. 2 block. The weight of the 2 objects is same. Will the volume equal? അപ്പോൾ നമ്മൾ 1 കിലോഗ്രാം കോപ്പർ എടുക്കുക, 1 കിലോഗ്രാം വേറെ വസ്തു എടുക്കുക. രണ്ടിന്റെ ഭാരം എന്താണ്? തുല്യമാണ്. The weight of the 2 objects are same, but the volume is different. വോളിയം എന്താണ്? വ്യത്യാസമാണ്. അപ്പോൾ എന്ത് വേണം? Using a spring balance, find the weight in water or any fluid. Can you see equal water displays? നമ്മൾ രണ്ടും സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഒരു ദ്രാവകത്തിലേക്ക് താഴ്ത്തുന്ന അവസരത്തിൽ ഈ രണ്ടും താഴ്ത്തുന്ന അവസരത്തിൽ ആദേശം ചെയ്യുന്ന ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അല്ല ദ്രവത്തിന്റെ അളവ് ഒരുപോലെ ആയിരിക്കുമോ? അല്ല. എന്താ കാരണം? The weight is same, weight is same, but volume is different.
Volume is different. So the liquid exerts different types of force here, different upward force. So the second factor influencing buoyancy is volume. Can you say what are the two factors influencing buoyancy? Buoyancy സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സാന്ദ്രത, രണ്ടാമത്തേതാണ് വ്യാപ്തം. What are the factors influencing buoyancy? Density and volume. In the second, the mass, the weight is same, but the volume is different. So I am going to conclude this topic. You must remember these points. What is a fluid? എന്താണ് ദ്രവം എന്ന് പറഞ്ഞു നോക്കുക. ഏതാ വേണ്ടത്? ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായി പറയുന്ന പേരാണെന്ത്? ദ്രവങ്ങൾ. What is a fluid? Liquids and gases are generally known as fluids. When an object is kept on the surface of water, it exerts two types of forces. One is the weight of the body is acting downwards and the buoyancy acting upwards. How can you find the buoyancy? Find the weight of the object in air, then find the weight of the object in the given fluid. The difference in weight gives the buoyancy. Difference in weight gives the buoyancy. What are the factors influencing buoyancy? One is density, second one is volume. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ഓർക്കേണ്ട ഒന്നുകൂടെ ഓർത്തുള്ള മക്കളെ നോക്കിക്കൂടാ. എന്താണ് ദ്രവം? What is a fluid? അതുപോലെ തന്നെ എന്താണ് പ്രവക്ഷബലം? Define buoyancy. What are the factors influencing buoyancy? How can you find the buoyancy of a fluid? ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ടെക്സ്റ്റിൻ്റെ തുടർ പ്രവർത്തനത്തിലുള്ള ആദ്യത്തെ ചോദ്യം നന്നായിട്ട് എന്ത് ചെയ്യുക? നോക്കുക. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഉത്തരം എഴുതാൻ പറ്റുമോ നോക്കുക. എല്ലാവർക്കും പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് ഇരിക്കുക.